ഇന്ന് നമ്മൾ ആദ്യം പോകുന്നത് കണ്ണൂരിലേക്കാണ്. അവിടെ പ്രചാരണം എങ്ങനെയാണ്? കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം വി ജയരാജൻ അടക്കമുള്ളവരെ നമ്മൾ ഇന്ന് ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ണൂരിൽ നിന്നും കൂടുതൽ ഈ വിശേഷങ്ങളുമായി ചേരുന്നത് ശരത് ചന്ദ്രനും പി വി കുട്ടനുമാണ്. ഗുഡ് മോർണിംഗ് ഇരുവർക്കും. ഗുഡ് മോർണിംഗ് കാവ്യ. ഗുഡ് മോർണിംഗ് കാവ്യ. ഗുഡ് മോർണിംഗ് കാവ്യ. ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം ഏതാണെന്ന് അറിയുമോ? എങ്ങനെ അറിയാനല്ലേ, പറഞ്ഞാലല്ലേ അറിയൂ. അതെ, ബൈപ്പാസ് ആണോ? രാവിലെ തന്നെ എന്നാ ചോദ്യമല്ലേ. അതായത് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അഞ്ചരക്കണ്ടി. നോ അതാണ് ബൈപ്പാസ് പോലെ ഇരിക്കുന്നു അല്ലേ. അപ്പോൾ നല്ല ഭംഗിയുണ്ട്, ഫ്രെയിം എന്തായാലും നല്ല ഭംഗിയുണ്ട്. കണ്ടും പോകേണ്ടതാണ് എന്നതുകൊണ്ടാണ് ജയന് രാവിലെ ഭംഗിയുണ്ട്. പക്ഷേ കുറച്ചുകൂടെ കാട്ടാൻ, പക്ഷേ മഞ്ഞുണ്ട്. അതുകൊണ്ട് തന്നെ പലയിടത്തേക്ക് നമ്മൾ ഫ്രെയിം വെച്ചാൽ കിട്ടില്ല എന്ന ജയൻ്റെ സങ്കടം കണ്ടുകൊണ്ടാണ് സംസാരിക്കുന്നത്. ജയൻ കല്യാശ്ശേരി നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഇത് അഞ്ചരക്കണ്ടി പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച പാറപ്രം ലോക്ക് കം റെഗുലേറ്ററാണ്. പാറപ്രത്താണ് ഉള്ളത്. പാറപ്രത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം നടന്നത് പാറപ്രത്താണ്. ആ പാറപ്രത്ത് ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത് ഒരു റെഗുലേറ്റർ ബ്രിഡ്ജാണ് കാണുന്നത്. അതെ, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മണ്ഡലത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതി കൂടിയാണ്. അതിൻ്റെ പരിസരത്താണ് നമ്മൾ നിൽക്കുന്നത് കാവ്യ. അപ്പോൾ ഓരോ പ്രദേശത്തും കേരളത്തിൽ ഇത്തരം ആവശ്യമായിട്ടുള്ള പദ്ധതികൾ എങ്ങനെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നു. നേരത്തെ കാവ്യ പറഞ്ഞ പോലെ ഈ അഞ്ചരക്കണ്ടി പുഴയുടെ ഇരുകരകളും ബന്ധിപ്പിച്ച് അവിടെ കൂടുതൽ സൗകര്യങ്ങൾ കൊടുത്ത് അതുപോലെ അതിൻ്റെ ഭംഗി നിലനിർത്തി ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ നടക്കാനൊക്കെ ഇങ്ങനെ വരുന്നത് ഇത് കൂടി വരും സ്വാഭാവികമായും. ഇപ്പോൾ കുറച്ച് ആളുകളൊക്കെ ഉള്ളൂ, പക്ഷേ ഒരുപാട് ആളുകൾ നടക്കാനൊക്കെ പറ്റുന്ന തരത്തിലേക്ക് ഒരു പ്രഭാത നടത്തത്തിന് അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലും ഒക്കെ നടത്തത്തിനൊക്കെയുള്ള സൗകര്യമൊക്കെ ഇവിടെയുണ്ട്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊന്നുകൂടി പറയേണ്ടതുണ്ട് കാവ്യ. അതായത് കിഫ്ബി പദ്ധതിയാണ് കേട്ടോ ഇതും. അങ്ങനൊരു പ്രത്യേകതയുണ്ട്. കാരണം എന്തിനാണ് കേരളം വായ്പ എടുക്കുന്നത് എന്ന് ചോദിക്കുന്നവർക്ക് മുമ്പിലുള്ളൊരു മറുപടി കൂടിയുണ്ട്. നാടിനാവശ്യമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ചെയ്ത് നാടിൻ്റെ മുന്നോട്ട് പോക്കിന് ഭാവി കേരളം, നവകേരളം എന്ന് പറയുന്നതിലെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ആശുപത്രികൾ, നമ്മുടെ റോഡുകൾ, ഇത്തരം ലോക്ക് കം റെഗുലേറ്റർ ബ്രിഡ്ജുകൾ, അങ്ങനെയെല്ലാം കേരളത്തിൻ്റെ ഒരു പൊതു ആവശ്യമായി വരുന്ന കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ ഒരു ബജറ്റ് വിഹിതത്തിനകത്ത് നിന്നുകൊണ്ട് പെൻഷനും ശമ്പളവും കൊടുത്ത് ബാക്കിയൊന്നും വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത വിധമുള്ളൊരു സാമ്പത്തിക അവസ്ഥയിൽ നിൽക്കുമ്പോഴും പക്ഷേ കേരളം വലിയ തോതിൽ പുരോഗമനം ആഗ്രഹിക്കുന്ന ഒരു വലിയ തലമുറയാണ്, അല്ലെങ്കിൽ ഒരു സമൂഹമാണ്. ആ നിലയിലേക്കുള്ള പ്രതീക്ഷകളെ നിറവേറ്റി മുന്നോട്ട് പോകുക എന്നുള്ളത് ഏതൊരു ആധുനിക സമൂഹത്തിൻ്റെയും അനിവാര്യമായ ഉത്തരവാദിത്വമാണ്. ആ ഒരു ഉത്തരവാദിത്വം നിറവേറ്റാനാണ് കിഫ്ബി നാട്ടിലുള്ളത് എന്നതുകൂടിയാണ് നമ്മുടെ മുമ്പിൽ ഏറ്റവും വലിയൊരു സാക്ഷ്യമായി നിൽക്കുന്നത്. കാരണം ഇങ്ങനെയും പദ്ധതികൾ ഏറ്റെടുക്കാൻ, അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ചെയ്യുക? ഈ പറഞ്ഞതുപോലെ നമ്മുടെ നാടിൻ്റെ ഒരു ബജറ്റ് പദ്ധതിക്കകത്ത് നിന്ന്, വിഹിതത്തിനകത്ത്, ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു സാമ്പത്തിക അവസ്ഥയ്ക്കകത്ത് നിന്നുകൊണ്ട് ഇത്തരം വലിയ ഉത്തരവാദിത്തങ്ങൾ എങ്ങനെ ഏറ്റെടുക്കും? ഇത് മാത്രം രണ്ട് എക്സ്റ്റൻഷൻസ് ഉണ്ട്. ഇതുപോലത്തെ റെഗുലേറ്റർ കം ബ്രിഡ്ജുകൾ ഒരു ഭാഗത്ത്, അതുപോലെ തന്നെ വലിയ മേൽപ്പാലങ്ങൾ. ഇപ്പോൾ NHAയുടെ പാലങ്ങളിലൂടെ ദേശീയപാതയിലൂടെ കടന്നുപോയാൽ എത്ര 100 കണക്കിന് രൂപ ടോൾ കൊടുത്താണ് ആളുകൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ സംസ്ഥാനത്ത് കിഫ്ബി പദ്ധതിയിലൂടെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ കൊച്ചി നഗരത്തിലെ കുണ്ടന്നൂർ വൈറ്റില ഫ്ലൈ ഓവറുകളിലൂടെയൊക്കെ കടന്നു പോകാം. ആലപ്പുഴ ബൈപ്പാസിലൂടെ കടന്നുപോയാൽ ഒന്നും ടോൾ കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്ന സംസ്ഥാനത്തിൻ്റെ ഒരു തീരുമാനമാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വിപുലമായ വിശാലമായ പാതകൾ ഉണ്ടാവേണ്ടതുണ്ട്. ഇത്തരം പദ്ധതികളുണ്ട്, ജലസേചന പദ്ധതികൾ ഉണ്ടാവേണ്ടതുണ്ട്. ഇവിടെ കർഷകരുമൊക്കെ ഉണ്ടാവും അല്ലേ? പിന്നെ സ്വാഭാവികമായിട്ടും അത്ര ഒരു ജലസേചന വകുപ്പിൻ്റെ പദ്ധതി. അതെ, ഇതൊരു ഗ്രാമീണ മേഖല കൂടിയാണ്. ഇതിൻ്റെ തൊട്ടടുത്താണ് ശരത്ത് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട പാറപ്രം. അവിടെ പാറപ്പുറത്തെ സ്തൂപങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിണറായിയുടെ നാടാണ്. അങ്ങനെ വലിയ പ്രത്യേകതകളുള്ള സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഏറെ രാഷ്ട്രീയ പ്രാധാന്യം, അതുപോലെ തന്നെ നവകേരളത്തിൻ്റെ മാറ്റത്തിൻ്റെ ഏറ്റവും ശക്തമായ അടയാളങ്ങളുള്ള ഒരു നാട്. അങ്ങനെ നമ്മളിപ്പോൾ കണ്ണൂരിൽ നിന്ന് സഞ്ചരിച്ച് ധർമ്മടം, നേരത്തെ കുട്ടൻ പറഞ്ഞതുപോലെ ധർമ്മടം നിയോജക മണ്ഡലത്തിൽപ്പെട്ട പാറപ്പുറത്താണ് എത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ പ്രദേശത്തെക്കുറിച്ചാകെ ഒന്ന് സൂചിപ്പിക്കുക. അത്ര വലിയ രാഷ്ട്രീയ പ്രാധാന്യം കേരളത്തെ രൂപപ്പെടുത്തി ഇന്ന് രാജ്യമാകെ ഏറ്റവും അധികം മതരാഷ്ട്രത്തിലേക്കും അല്ലെങ്കിൽ ഹിന്ദുത്വ വർഗീയതയിലേക്കും രാജ്യം പോകുമ്പോഴും അതിന് ബദലായി കേരളം നിൽക്കുന്നു. അതെ, പ്രതിരോധം തീർത്ത നാട് കൂടിയാണ് കണ്ണൂരും. ആ പ്രതിരോധത്തിൻ്റെ ആദ്യ ചുവട് വെച്ച, രാഷ്ട്രീയ ബോധ്യത്തിൻ്റെ ആദ്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണത്തിൻ്റെ പാറപ്രം എന്നുള്ള ഒരു ചരിത്രപരമായ രാഷ്ട്രീയ പ്രാധാന്യം നിൽക്കുമ്പോഴാണ് ഇതുപോലെ ഈ കേരളത്തിൻ്റെ, പുതിയ കേരളത്തിൻ്റെ കാലത്തെയും അടയാളപ്പെടുത്തുന്ന പാറപ്രത്തെ ഒരേ നിലയിൽ പ്രേക്ഷകർക്ക് മുമ്പാകെ രാവിലെ ഇവിടെ നിന്ന് സംസാരിച്ചത്.